കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണം തുടരുകയാണ്. ബത്തേരിയിലെ പൊതുയോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി തിരുവമ്പാടിയിലെത്തിയിട്ടുണ്ട്. തൃത്താലയിലെയും വണ്ടൂരിലെയും പരിപാടികളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കും. വിവരങ്ങളുമായി തിരുവമ്പാടിയിൽ നിന്നും PL കിരണും, വണ്ടൂരിൽ നിന്ന് റഹീസ് റഷീദും, തൃത്താലയിൽ നിന്ന് സാജിദ് അജ്മലും ചേരുന്നുണ്ട്. ആദ്യം PL കിരണിലേക്ക്. കിരൺ, തിരുവമ്പാടിയിലെത്തിയ കോൺഗ്രസ് അധ്യക്ഷൻ എന്തെല്ലാമാണ് മണ്ഡലത്തിലെ ജനങ്ങളോട് അറിയിച്ചിട്ടുള്ളത്? അല്പ സമയം മുമ്പാണ് രാഹുൽ ഗാന്ധി ഏതായാലും വയനാട്ടിലെ ഇവിടെ തിരുവമ്പാടി മണ്ഡലത്തിലെ പ്രചാരണ വേദിയിലേക്ക് എത്തിയിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു ആൾക്കൂട്ടം തിരുവമ്പാടിയിൽ ഇപ്പോഴും ദൃശ്യമാണ്. കാലത്ത് മുതൽ നിരവധി ആളുകൾ, നൂറുകണക്കിന് ആളുകൾ ഈ കടുത്ത വെയിലിനെ പോലും അവഗണിച്ചുകൊണ്ട് പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന തിരുവമ്പാടി സേക്രഡ് ഹാർട്ട് സ്കൂൾ ഗ്രൗണ്ടിലെ ഈ പന്തലിനെ കാത്തിരിക്കുകയായിരുന്നു. അല്പ സമയത്തിനകം മുമ്പ് രാഹുൽ ഗാന്ധി സെക്രട്ടറിമാരായ KC വേണുഗോപാലിനോടും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയോടും ഒപ്പമാണ് വയനാട്ടിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ DCC പ്രസിഡന്റ് T സിദ്ദീഖ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ജനങ്ങളെ അഭിസംബോധന ചെയ്യും. MK രാഘവൻ അടക്കമുള്ള സ്ഥാനാർത്ഥികളും ഇവിടെ ഏതായാലും വേദിയിലുണ്ട്. വലിയ സുരക്ഷാ സന്നാഹം തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിരവധി ആളുകൾ ഈ കനത്ത വെയിലും അദ്ദേഹത്തെ കേൾക്കാനായി, ശ്രവിക്കാനായി കാത്തിരിക്കുകയാണ്. ഏതാണ്ട് അല്പ സമയത്തിനകം തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. PL കിരണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വണ്ടൂരിൽ നിന്ന് റഹീസ് റഷീദും ചേരുന്നുണ്ട്. റഹീസ്, എപ്പോഴാണ് അദ്ദേഹം വണ്ടൂരിൽ എത്തുക? എങ്ങനെയാണ് പ്രചാരണ പരിപാടികൾ അണികൾ ഒരുക്കിയിട്ടുള്ളത്? അദ്ദേഹത്തിന് വേണ്ടി എത്രത്തോളം സ്വീകരണം ഒരുക്കിയിട്ടുണ്ട്? വണ്ടൂരിൽ എത്രത്തോളം സുരക്ഷയുമുണ്ട്? ആഷിഫ്, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ 3 നിയമസഭാ മണ്ഡലങ്ങൾ, അതായത് ഏറനാട്, വണ്ടൂര്, നിലമ്പൂര് 3 മണ്ഡലങ്ങളാണ് മലപ്പുറം ജില്ലയിലുള്ളത്. ഈ 3 മണ്ഡലങ്ങളുടെയും കൂടി ഒരു പര്യടനമാണ് ഇന്ന് രാഹുൽ ഗാന്ധി നടത്തുന്നത്. തിരുവമ്പാടിയിൽ നിന്ന് രാഹുൽ ഗാന്ധി പുറപ്പെട്ടതിന് ശേഷം 3:25 വാണിയമ്പലത്തെ സ്കൂൾ ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധി ഇറങ്ങുമെന്നാണ് ഇതുവരെയുള്ള ഔദ്യോഗികമായ SPGയിൽ നിന്ന് മനസ്സിലാക്കാവുന്ന വിവരം. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. 3:25 ഇറങ്ങിയാൽ 3:10 മിനിറ്റിനകം 7 മിനിറ്റ് എന്നാണ് അവർ കണക്കാക്കുന്നത്. മാക്സിമം പോയാൽ 10 മിനിറ്റ്. 3:35 ഈ വേദിയിൽ എത്തും. വണ്ടൂരിലെ ഒരു ഓഡിറ്റോറിയത്തിന് സമീപമുള്ള ഒരു പാടത്താണ് വേദി ഒരുക്കിയിരിക്കുന്നത്. വലിയൊരു പ്രവർത്തകരുടെ പങ്കാളിത്തം തന്നെ ഈ ഒരു സമയത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റും. വലിയ തോതിലുള്ള മഴയുണ്ട്. വലിയ തോതിലുള്ള ചൂടുണ്ട്. പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഒരു പങ്കാളിത്തം എടുത്തു പറയേണ്ടതാണ്. ഈ ഹോളിലേക്ക്, ഈ ഓഡിറ്റോറിയത്തിൻ്റെ വേദിയിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു ആളുകളുടെ പങ്കാളിത്തം ഒഴുകി വരുന്നു. ഇതിൽ സ്ത്രീകളുടെ പങ്കാളിത്തവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇവിടെ രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട, പ്രത്യേകിച്ച് വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ അത് പാകിസ്ഥാനോട് അമിത്ഷാ ഉപമിച്ചതിനൊക്കെ മറുപടി ഇവിടെ പറയുമെന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഓരോ പോയിന്റിലും, വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ പോയിന്റിലും വ്യത്യസ്ത വിഷയങ്ങളായിരിക്കും രാഹുൽ ഗാന്ധി പറയുക എന്നാണ് കോൺഗ്രസ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാത്രി യാത്രാ നിരോധനമാണ് അവിടെ പറഞ്ഞെങ്കിൽ ന്യൂനപക്ഷ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഈ വണ്ടൂരിൽ പറയും എന്നാണ് നേതാക്കളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, രാഹുൽ ഗാന്ധി ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളാണ് വണ്ടൂരും ഏറനാടും നിലമ്പൂരും എന്ന് എടുത്തു പറയേണ്ടി വരും. ഇതിനു മുമ്പ് കഴിഞ്ഞ 2 തവണയുള്ള വയനാട്ടിലെ പാർലമെന്റ് മണ്ഡലങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ MA ഷാനവാസിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നൽകിയ 3 മണ്ഡലങ്ങളും മലപ്പുറത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഒരു ആവേശവും പ്രവർത്തകരുടെ ഭാഗത്ത് കാണാനുണ്ട്. രാഹുൽ ഗാന്ധി വരുന്നത് കാണാൻ കാത്തിരിക്കുമായിരുന്നോ? തീർച്ചയായും. പിന്നെ വയനാട് രാഹുൽ ഗാന്ധി ജയിക്കുന്നില്ല, യാതൊരു സംശയം തന്നെ ഞങ്ങൾക്കില്ല. നിങ്ങൾ ഇവിടുന്ന് വലിയ ഭൂരിപക്ഷം കൊടുക്കുമോ? ഞങ്ങൾ 5 ലക്ഷം ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ മുകളിൽ കിട്ടുന്നതാണ് ഇപ്പോൾ ഞങ്ങളിപ്പോഴത്തെ ഒരു 100% ഞങ്ങൾ പ്രതീക്ഷ. 5 ലക്ഷം ഞങ്ങൾ പ്രതീക്ഷിച്ചത്, അതും മറികടക്കുന്നില്ല. രാഹുൽ ഗാന്ധി ഇവിടെ നിങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിഷയങ്ങൾ പറയുമെന്നാണ്, അല്ലെങ്കിൽ എന്തൊക്കെ പറയണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതായത് NDA സർക്കാരിൻ്റെ പിന്നെ ഭരണവിരുദ്ധ ദ്രോഹത്തിനെ പറ്റി തന്നെ സംസാരിക്കണമെന്നാണ് ഞങ്ങളുടെ ഉദ്ദേശം. അതായത് ഈ മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി വരണം, പ്രധാനമന്ത്രിയായിട്ട് തന്നെ വരണം നമ്മൾ ഇന്ത്യ ഭരിക്കണമെങ്കിൽ. ഈ സ്ത്രീകളുടെ പങ്കാളിത്തം വലിയ തോതിൽ കാണുന്നുണ്ട്. സാധാരണ ഇവിടെ ഈ ഏരിയയിലൊക്കെ നടക്കുന്ന പരിപാടിയിൽ ഇത്രയും കാണാറില്ല. എന്താ ഇന്നത്തെ അത്ര ഒരു രാഹുൽ ഗാന്ധി ആയതുകൊണ്ട് തന്നെ, രാഹുൽ ഗാന്ധി ഇന്ത്യൻ്റെ ഒരു പ്രധാനമന്ത്രി വേണം എന്നുള്ളതിൻ്റെ ആഗ്രഹം കൊണ്ട് തന്നെയാണ് അവർ സ്ത്രീകൾ ഇതിന് മുന്നിട്ട് വന്നിരിക്കുന്നത്. കണ്ടമാനം സ്ത്രീകൾ വന്നിട്ട്. രാഹുൽ ഗാന്ധി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നേരിട്ട്? പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എന്താണ് രാഹുൽ ഗാന്ധി വരുന്നതിൻ്റെ വലിയ ആവശ്യം? വലിയ ആവശ്യത്തിലാണ്.
ഇത് തന്നെയാണ് വലിയ ആവേശം പ്രവർത്തകരിലുണ്ട്. ഇനിയും ഒരു 2 മണിക്കൂർ 1.5 മണിക്കൂർ കഴിയും രാഹുൽ ഗാന്ധി എത്താൻ. കുറച്ച് സമയം മുമ്പാണ് SPG ഇങ്ങോട്ട് ആളുകളെയും മാധ്യമപ്രവർത്തകരൊക്കെ കടത്തിവിടാൻ തുടങ്ങിയത്. കടത്തിവിടാൻ തുടങ്ങിയ സമയത്ത് തന്നെ പ്രവർത്തകരുടെ വലിയ ഒഴുക്ക് വണ്ടൂരിലെ രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന വേദിയുടെ സമീപത്ത് ഇപ്പോൾ കാണാനുമുണ്ട്. ശരി, 5 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നാണ് അവിടെയുള്ള അണികളുടെ എല്ലാം പ്രതീക്ഷ. ഇപ്പോൾ തൃത്താലയിൽ നിന്നും സാജിദ് അജ്മലും ചേരുന്നുണ്ട്. സാജിദെ, കടുത്ത മെഡലിനെ അവഗണിച്ചും എത്രത്തോളം ജനപങ്കാളിത്തമുണ്ട് രാഹുൽ ഗാന്ധി അഭിസംബോധന ചെയ്യുന്ന ആ ഒരു വേദിയിൽ? എത്രത്തോളം സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് അവിടെ? ശിവപ്രിയ, രാഹുൽ ഗാന്ധിയുടെ കേരളത്തിലെ പര്യടനത്തിന്റെ ഏറ്റവും അവസാനത്തെ പൊതുസമ്മേളനമാണ് തൃത്താല മണ്ഡലത്തിലെ ചാലിശ്ശേരിയിൽ വെച്ച് നടക്കുന്നത്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ ഒരു ജനപങ്കാളിത്തം ഇവിടെ ഉണ്ടാകുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. 40,000-ഓളം ആളുകൾ ഈ പൊതുസമ്മേളനത്തിന് രാഹുൽ ഗാന്ധിയെ കേൾക്കാനായി എത്തും എന്ന ഒരു പ്രതീക്ഷയാണ് ഈ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കൾ പങ്കുവെക്കുന്നത്. ഈ ചാലിശ്ശേരി ഈ രാഹുൽ ഗാന്ധിയുടെ പരിപാടി തെരഞ്ഞെടുക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ നേരത്തെ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിന് കാരണം പറഞ്ഞ പോലെ തന്നെ ഒരു 3 സംസ്ഥാനങ്ങളുടെ സംഗമ കേന്ദ്രമാണ് വയനാട് എന്നതായിരുന്നു. അതുപോലെ തന്നെ ഈ ചാലിശ്ശേരിയുടെ പ്രത്യേകത 3 ജില്ലകളുടെ സംഗമ കേന്ദ്രവും 4 ലോക്സഭാ മണ്ഡലങ്ങളുടെ സംഗമ കേന്ദ്രവുമാണ്. അതായത് ഈ പാലക്കാട് ജില്ലയിലെ ചാലിശ്ശേരിയിൽ നിന്ന് 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ തൃശ്ശൂർ ജില്ലയിലേക്കും 4 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മലപ്പുറം ജില്ലയിലേക്കും എത്താൻ കഴിയും. അതുപോലെ തന്നെ പാലക്കാട്, പൊന്നാനി, തൃശ്ശൂർ, ആലത്തൂർ 4 മണ്ഡലങ്ങളുടെ ഒരു സംഗമ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെ 4 സ്ഥാനാർത്ഥികളും രമ്യ ഹരിദാസ്, VK ശ്രീകണ്ഠൻ, അതുപോലെ തന്നെ TN പ്രതാപൻ, ET മുഹമ്മദ് ബഷീർ, ഈ UDF-ന്റെ 4 സ്ഥാനാർത്ഥികളും ഇങ്ങോട്ട് എത്തുകയും ചെയ്യും. എന്തായാലും വലിയ തോതിലുള്ള ഒരു സുരക്ഷാ സന്നാഹങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് SPGയുടെ നേതൃത്വത്തിൽ. ഈ മൈതാനത്തിന്, ഈ അമ്പലപ്പറമ്പിന് തൊട്ട് സ്റ്റേജിന്റെ പിറകുവശത്തായി കൊണ്ട് ഹെലിപാഡും ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഹെലികോപ്റ്ററിൽ ഇറങ്ങിയാൽ ഒരു ശരി, കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ വയനാട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. തിരുവമ്പാടിയിൽ നിന്ന് PL കിരണും, വണ്ടൂരിൽ നിന്ന് റഹീസ് റഷീദും, തൃത്താലയിൽ നിന്നും സാജിദ് അജ്മലുമാണ് വിവരങ്ങൾ നൽകിയത്.